അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് ഇതിന് മുന്നേ കാണിച്ച കൂട്ട് തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകത്തിൽ ഒരു 4 സ്പൂൺ തൈര്, ഇതിൻ്റെ അകത്തിൽ നമ്മുടെ ചിയാ സീഡ് ഞാൻ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ഇട്ടിട്ടില്ല. ഞാൻ അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് രാവിലെ എണ്ണിച്ചപ്പോൾ ഞാൻ കുടിച്ചായിരുന്നു, അതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ജസ്റ്റ് 4 സ്പൂൺ തൈര്, ഒരു പഴം അരിഞ്ഞത്, പിന്നീട് ഒരു 3 സ്ട്രോബെറി, ഒരു 5-6 പീസ് ബ്ലൂബെറി, പിന്നീട് നട്ട്സിൻ്റെ മിക്സ് ഉണ്ടോ, 5 തരം എന്നുവെച്ചാൽ വാൾനട്ട്, കാഷ്യൂ നട്ട്സ്, പീനട്ട്സ്, പിസ്താച്ചോ, പിന്നീട് ആൽമണ്ട്സ്, അങ്ങനെയുള്ള എല്ലാം കൂടെ ഒരു 5 തരം നട്ട്സിൻ്റെ മിക്സ്. ഇത്രയും സാധനങ്ങളോട് ചേർത്ത് ഒരു മിക്സ്ചറാണ് നമ്മളിന്ന് ഈ ഒരു ഇതിൻ്റെ അകത്തിൽ നമ്മളിന്ന് രാവിലെ കഴിക്കാൻ പോകുന്നത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മുട്ട, ഒരു മുട്ട ഫുള്ള് പുഴുങ്ങിയത്, ഒരു മുട്ട ഫുള്ള് പുഴുങ്ങിയതോടും കഴിക്കും. ഇതാണ് നമ്മുടെ രാവിലത്തെ ആഹാരം. അപ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടെ മിക്സാക്കി, എന്ന് വെച്ചാൽ പഴവും മറ്റേ ബെറീസും നട്ട്സും എല്ലാം കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തിലോട്ട് ഇപ്പം നമ്മുടെ തൈര് ആഡ് ചെയ്യണം. തൈര് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമുണ്ട്. ഇത് കണ്ടോ, തൈരിൻ്റെ സൈഡിൽ ഇങ്ങനെ ഊറി വരുന്നത് ആ ലിക്വിഡ്, നല്ല ഒന്നാമതിനും വേയാണിത്. വേ പ്രോട്ടീനൊക്കെ ആയിട്ട് എടുക്കാനുള്ള വേയാണിത് കണ്ടോ. സൂപ്പർ സാധനമാണ്. ഇത് നമ്മളങ്ങോട്ട് ഒഴിക്കും. അതുണ്ടെങ്കിൽ ഒട്ടുമിക്ക ദിവസം അതിങ്ങനെ മിച്ചം വരും, നമ്മളിങ്ങനെ ഒഴിച്ചെടുക്കും. അത് ഒന്നാമതൊരു സാധനമാണ്. പിന്നെ ഒരു 3-4 സ്പൂണ് തൈരൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും, എന്നിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ നമ്മുടെ മിക്സ്ചർ ശരിയായിരിക്കുകയാണ്. ഫ്രൂട്ട്സ് വിത്ത് നട്ട്സിൻ്റെ സലാഡ്. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ ആഹാരം. സൂപ്പർ സാധനമാണ്. പഞ്ചാര അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. പഞ്ചാര അടക്കം എല്ലാം ഞാൻ ജൂലൈ 15-ാം തീയതി കട്ട് ചെയ്തതാണ്. 15-ാം തീയതി പഞ്ചാരയും, പിന്നീട് ബ്രെഡ്, പാക്ഡ് ഐറ്റംസ്, പിന്നീട് ബേക്കറി പലഹാരങ്ങൾ, സ്വീറ്റ്സ്, പിന്നീട് എന്താ പറയുന്നത് എല്ലാം എന്ന് വെച്ചാൽ മറ്റുള്ള ഈ ലിക്വിഡ്സ് ഇല്ലേ, അങ്ങനെയുള്ള എന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള ഈ കുപ്പി കിട്ടുന്ന എന്തുവാ കളർ വാട്ടറുകൾ, ലൈക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ, അത് ഇത് എല്ലാം ഫുള്ള് സോഡ ഡ്രിങ്ക്സ്, അത് ഇത് എല്ലാം ഒഴിവാക്കി, എന്നിട്ട് നല്ല ഒന്നാം തരം നല്ല ക്വാളിറ്റിയുള്ള നല്ല നാടൻ ഭക്ഷണങ്ങളും അങ്ങനെയുള്ള സലാഡുകളും അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമാണ് ഇപ്പം നമ്മുടെ പരിപാടി. ബാക്കിയുള്ള എല്ലാം ഒഴിവാക്കി. പക്ഷേ നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല രീതിയിൽ മാറ്റമുണ്ട്. അപ്പോൾ എൻജോയ്.